നമ്മളുള്ളത് ഇപ്പോൾ തൃശ്ശൂരിലെ ഹൈപ്പായിക്കൊണ്ടിരിക്കുന്ന കച്ചിത്തോട് ചെക്ക് ഡാമിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മാടക്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു ചെറിയ ചെക്ക് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. കച്ചിത്തോട് ചെക്ക് ഡാം. അപ്പം അത് നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്ന് ഏകദേശം 55-60 കിലോമീറ്ററിന് ഉള്ളിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് തൃശ്ശൂരിൽ നല്ല ഹൈപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മാപ്പിലിട്ടപ്പോൾ ഏകദേശം 1.25 to 1.5 മണിക്കൂറാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തി. ഈ സ്ഥലത്തിന് സെപ്പറേറ്റ് പാർക്കിംഗ് ഒന്നുമില്ല. ഈ എൻട്രൻസിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിടുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഈ കാണുന്നതാണ് കച്ചിത്തോട് ഡാം. ഇതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതിന് ചുറ്റും നടപ്പാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നടക്കാനും ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലും രാവിലെയൊക്കെ ആൾക്കാർ ഇവിടെ വാക്കിങ്ങിനൊക്കെ വരുന്നതാണ് അറിഞ്ഞത്. ഇതാണ് ആ വ്യൂ. ഇതൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേരം നടക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇടുന്നൊക്കെയാണ് അറിഞ്ഞത് വൈകുന്നേരം. ഇവിടെ കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ചുറ്റും ഇങ്ങനെ നടക്കാം. നടപ്പാതയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിൽ ചുറ്റും നടന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് പണ്ട് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊരു കച്ചിത്തോടിനെ 2025 ഒരു മിനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മോഡിഫൈ ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഹൈപ്പായി തുടങ്ങിയത്. നമ്മൾ മഴയുള്ള സീസണിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത് കൂടെ വെള്ളം കവിഞ്ഞൊഴുകുന്ന കാണാൻ പറ്റും. മാടക്കത്തറ പഞ്ചായത്തിലെ 5 വാർഡുകൾക്ക് ഇവിടെ തന്നെയാണ് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഒരു സൈഡിൽ കപ്പയാണ് ഈ കാണുന്ന കൃഷിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇളനീരിട്ട് കുടിക്കാൻ പറ്റില്ല അല്ലേ? ഹൈറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇളനീരിട്ട് കുടിക്കാൻ പറ്റുമോ നോക്കായിരുന്നു. ഇത് ഒരു ചെറിയ ചെക്ക് ഡാമാണ്. അതിനെ ഒരു ഇങ്ങനെ വിപുലീകരിച്ചതാണല്ലേ.
ഈ ഇട്ടിരിക്കുന്നത് കപ്പ കൃഷിയാണ്. കപ്പ, വാഴ, തെങ്ങൊക്കെ ഉണ്ട്. ഇതാണ് കച്ചിത്തോട് ഡാമിൻ്റെ കാഴ്ചകൾ. ഇതിന് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് പാർക്കിംഗ് ഒന്നുമില്ല. കയറി വരുന്ന സൈഡിൽ തന്നെ ആണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. പക്ഷെ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ജസ്റ്റ് വന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വരാം. അല്ലാതെ കാണാൻ വേണ്ടുന്ന ആൾക്കാർക്ക് വൈകുന്നേരം വരുന്നതായിരിക്കും കുറച്ച് നല്ല വെയിൽ ഇല്ലെങ്കിൽ കുറച്ച് സുഖമായിട്ട് നമുക്ക് നടന്ന് ആസ്വദിച്ച് കാണാൻ പറ്റും. ഏകദേശം 1.5 കിലോമീറ്ററോളമാണ് ഇതിന് ചുറ്റും നടപ്പാത ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന അവിടെ നിന്നാണ് വന്നത്. ആ എൻഡിൽ നിന്ന് വന്ന് ആ ബിൽഡിങ്ങൊക്കെ കാണുന്നില്ലേ, അവിടെ നിന്ന് നമ്മളങ്ങനെ കയറി ഈ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ ചുറ്റിയിട്ടാണ് നമ്മൾ വന്നത്.
കച്ചിത്തോട് ഡാമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാപ്പി എക്സ്പ്ലോറിംഗ്.